ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ആവുന്നതിനും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉപയോഗം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഇൻസ്റ്റാഗ്രാം പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ആകുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ആൾക്കാരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇൻസ്റ്റാഗ്രാമിൻ്റെ ആക്ടിവിറ്റി ടൈം കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഈ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നേക്കുന്നത്. അതിനു മുന്നേ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ആവാം, കണ്ടന്റ് എങ്ങനെ റീച്ച് ആവാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കുറുക്കു വഴികളൊക്കെ പല യൂട്യൂബേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങോട്ടൊന്നും പോവണ്ട. നിങ്ങൾക്ക് നേരായ വഴിയിലൂടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നല്ല റീച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കണ്ടന്റ് തന്നെയാണ്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കണ്ടന്റ് കറണ്ട് സിറ്റുവേഷൻസിന് സൂട്ടായിട്ടുള്ളൊരു കണ്ടന്റ് ആണോ, നിങ്ങൾക്ക് ആ കണ്ടന്റ് കൊണ്ട് ആളുകളെ ആകർഷിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ വീഡിയോയിൽ കൂടുതൽ ലൈക്കും കമൻറ്റും ഷെയറും സേവ് ബട്ടണും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ വീഡിയോ വീണ്ടും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിലേക്കാണ് ഇൻസ്റ്റാഗ്രാം പുതിയ ഒരു ഫീച്ചറും കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു 7 ദിവസത്തെ സ്റ്റോറി ചലഞ്ചാണ്. അപ്പോൾ എല്ലാവർക്കും വന്നിട്ടില്ല, ഓരോരുത്തർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഫീച്ചർ നിങ്ങൾക്കും വന്നു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറി ഇടാനാണ് ഇൻസ്റ്റാഗ്രാം പറയുന്നത്. 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറി ഇട്ട് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറി അത്യാവശ്യം നല്ല സ്റ്റോറിയാണ്, പിന്നെ ജെന്യുവൻ സ്റ്റോറി ആയിരിക്കും കേട്ടോ. അങ്ങനെ ജെന്യുവൻ സ്റ്റോറി ആണ് എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ കാണിച്ചിട്ടുള്ള ഓരോരോ അച്ചീവ്മെൻറ്റ്സും നിങ്ങളുടെ സ്റ്റോറിക്ക് ലഭിക്കും. ഈ അച്ചീവ്മെൻറ്റ്സ് ലഭിച്ചാൽ എന്താ ഗുണം? ഈ അച്ചീവ്മെൻറ്റ്സ് കിട്ടുക എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതത്തിൻ്റെ പുതിയൊരു ടെക്നിക്ക്. അതായത് മുമ്പ് ഈ ഹാഷ്ടാഗ്സും മെൻഷൻസൊക്കെ ചെയ്തിരുന്ന പോലെ ഇപ്പോൾ ഈ അച്ചീവ്മെൻറ്റ്സ് കിട്ടണം. ഈ അച്ചീവ്മെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വിചാരിക്കും, സ്വയം തന്നെ മനസ്സിലാക്കിയെടുക്കുന്നത് നിങ്ങളുടെ വീഡിയോ നല്ലൊരു വീഡിയോ ആണെന്നും മറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് കാണിക്കാൻ കൊള്ളാവുന്ന വീഡിയോ ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും ഇൻസ്റ്റാഗ്രാമിന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളെ സ്റ്റോറി 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം കൂടുതലായിട്ട് സ്റ്റോറീനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അച്ചീവ്മെൻറ്റ്സുകളിൽ നിന്ന് ഏതെങ്കിലും കിട്ടും. ഇപ്പോൾ ഈ അച്ചീവ്മെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം മനസ്സിലാക്കും നിങ്ങളുടെ സ്റ്റോറി വീണ്ടും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സ്റ്റോറിയാണെന്ന്. അപ്പോൾ വീണ്ടും ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അറിയാമല്ലോ, നിങ്ങളൊരു നല്ലൊരു കണ്ടൻറ്റൊക്കെയാണ്, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കണ്ടൻറ്റൊക്കെയാണ് എത്തിച്ചെങ്കിൽ കൂടുതൽ ആൾക്കാർ നിങ്ങളിലേക്ക് എത്താനും അവരിന്ന് ഫോളോവേഴ്സിലേക്കും നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള വ്യൂസിലേക്ക് മാറാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഈ 7 ദിവസത്തെ സ്റ്റോറി ചലഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളാരും മിസ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ ഫീച്ചർ വന്നിട്ടില്ല വെച്ചെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഉടനെ തന്നെ ആ ഫീച്ചർ വരും. എല്ലാവർക്കും നല്ല റീച്ചും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ആശംസിക്കുന്നു. എന്തായാലും നിങ്ങൾ മിസ്സാക്കാണ്ട് 7 ദിവസം തന്നെ സ്റ്റോറി ചലഞ്ചിൽ പങ്കെടുക്കുക.